അസ്സലാമു അലൈക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് സഹകരിക്കുന്ന ഒരു ഭർത്താവല്ല നമ്മളെ കൂടെയുള്ളത് എങ്കിൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതല്ല. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിൽ സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നതിനുള്ള ചില അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയം പ്രത്യേകം പറയുന്നുണ്ട്. സിഹർ ഏറ്റതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിൽ ഭാര്യയും ഭർത്താവും അകലണം എന്ന ആഗ്രഹം വെച്ച് സിഹർ ചെയ്തതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതായി പറയുന്ന കാര്യമാണ് നല്ല സൗന്ദര്യമുള്ള ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ നമുക്ക് സൗന്ദര്യം കുറഞ്ഞതായി തോന്നുക, അല്ലെങ്കിൽ സൗന്ദര്യമില്ല എന്ന് നമുക്ക് ചിന്ത വരിക എന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് എപ്പോഴും അവർക്കിടയിൽ ദേഷ്യവും കലഹവും ഉണ്ടാവുക എന്നത്. എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ അത് അവസാനം വഴക്കിൽ അവസാനിക്കുക. മൂന്നാമത്തെ കാര്യമാണ് അവർക്കിടയിലുള്ള സ്നേഹം നഷ്ടപ്പെടുക എന്നതാണ്. മുമ്പ് നമ്മളോട് നല്ല സ്നേഹവും സഹകരണവുമുള്ള ഭർത്താവായിരിക്കും പിന്നീട് അത് കുറഞ്ഞു വരിക, സ്നേഹം കുറഞ്ഞു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുക, അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇല്ലാതാവുക. നാലാമത്തെ കാര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും മടി, അലസത ഉണ്ടാവുക, ജോലിക്ക് പോവാൻ മടി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള മടി. നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക വിഷമങ്ങൾ വരാനുള്ള വലിയൊരു കാരണമായി മാറും സിഹർ. അഞ്ചാമത്തെ കാര്യമാണ് ഭാര്യയ്ക്ക് വീട്ടുജോലികളിൽ മടി, അലസത, അതുപോലെ തന്നെ വീട്ടുജോലികളിലും മക്കളുടെ കാര്യത്തിലും വീഴ്ചകൾ വരുത്തുക. 6 എപ്പോഴും ദുഃഖം അനുഭവപ്പെടുക. രണ്ടു പേർക്കും മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖങ്ങൾ വന്നു ചേരൽ, തക്കതായ ഒരു കാരണവുമില്ലാതെ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ വിഷമങ്ങളും ദുഃഖങ്ങളും മാത്രം ഉണ്ടായിത്തീരുക. 7 മൂന്നാമതായ ഒരാൾ നമ്മളെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നൊരു തോന്നൽ. 8 ആത്മഹത്യാ പ്രവണത ഉണ്ടാവുക, എപ്പോഴും മരണഭയം മനസ്സിലുണ്ടാവുക. 9 ലൈംഗിക ശാരീരിക ബന്ധങ്ങളിൽ താല്പര്യം കുറയൽ. 10ാമത്തെ കാര്യം എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും തോന്നുക. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരോടടക്കം നമുക്ക് ദേഷ്യവും വിദ്വേഷവും എല്ലാം തോന്നുക. 11 എന്തോ തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുക, അവ്യക്തമായ സംസാരങ്ങൾ കേൾക്കുന്ന പോലെ തോന്നുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിഹർ ബാധിച്ചതിൻ്റെ അടയാളങ്ങളാണ്. ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം അനുഭവപ്പെട്ടാൽ നാം തിരിച്ചറിയുക. അതിനു വേണ്ടിയാണ് മഹാന്മാർ നമുക്ക് ഈ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മെ വെറുക്കുന്ന, നമ്മളെ ജീവിതം സന്തോഷത്തിലാവുന്നത് കാണാൻ ആഗ്രഹിക്കാത്തവരാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതൊരു പക്ഷേ നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നവരും ആയിരിക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാ ശത്രുക്കളുടെയും കുതന്ത്രങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.